ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രേതകഥ കേട്ടാലോ? ഇതൊരു പ്രേതകഥയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് അവസാനം മനസ്സിലാവുള്ളൂ. സംഭവം എന്താന്ന് വെച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പല തവണയായിട്ട് ഇവിടെ വെച്ച് 16 ആൾക്കാരെ കാണാതായിട്ടുണ്ട്. ഇവരെയൊക്കെ ഇനി ആരെങ്കിലും തല്ലി കൊന്നതാണോ, കിഡ്നാപ്പ് ചെയ്തതാണോ, മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ, ഇതിനെക്കുറിച്ചൊന്നും പോലീസുകാർക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ആ ഒരു റെയിൽവേ സ്റ്റേഷനും അവിടെയുള്ള ആ ഒരു ടണലും അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനും ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ വ്യക്തമായിട്ടുള്ള വിവരം ആർക്കും കിട്ടുന്നില്ല. ആ സമയത്താണ് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലേക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കഥാനായികയായിട്ടുള്ള ദാഗ്യ ഈ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ആ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ഒരുപാട് കഥകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ കഥകൾ അവളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരെ കഥയിലേക്ക് പോകണം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വയനാട്ടിലേക്ക് വന്ന് റിസോർട്ടോ അല്ലെങ്കിൽ ഹോം സ്റ്റേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്പ്ലേയിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഭയത്തോട് കൂടിയിട്ട് ഒരു റെയിൽവേ ടണലിന്റെ ഉള്ളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കാര്യമായിട്ട് എന്തോന്ന് നോക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ട്. അതിൽ നിന്നും അവ്യക്തമായ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അരണ്ട ആ ഒരു വെളിച്ചത്തിലൂടെ ആ ടണലിലൂടെ അവൻ പോകുന്ന സമയത്ത് അവന്റെ പിന്നാലെ ആരൊരാൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് അത് പതിയെ പതിയെ മിന്നാൻ തുടങ്ങി. നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നില്ല. ഇതേ നേരം തന്നെ കുറച്ചകലിൽ നിന്നും ഒരു ചുവന്ന വെളിച്ചം കാണാണ്. അതിലേക്ക് തന്നെ അവൻ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ പോകുന്നത് പോലെ തോന്നി. അവൻ അങ്ങോട്ടേക്ക് നോക്കിയതും ഇപ്പൊ കണ്ട ആ ഒരു ചുവന്ന വെളിച്ചമുണ്ടല്ലോ, അതൊരു ട്രെയിനിന്റെ വെളിച്ചമായിരുന്നു. പെട്ടെന്ന് വരികയാണ്, അത് അവന്റെ ദേഹത്ത് തട്ടി. അപ്പൊ തന്നെ ആ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവാണ്. ഇവിടുന്നാണ് സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ പേര് ഗോസ്റ്റ് ട്രെയിൻ. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ദാഗ്യയാണ്. 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വെച്ച് ആശാത്തി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. കണ്ടന്റ് കിട്ടുന്നില്ല. നല്ല എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയിട്ട് വേണം ചാനലിൽ വീഡിയോ ഇടാനും അതുപോലെ തന്നെ പിന്നീട് റീച്ച് ആക്കാനായിട്ട്. ഇപ്പൊ നിലവിൽ നല്ലൊരു കണ്ടന്റ് അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നല്ലൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പല ആൾക്കാരും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ക്യാമറയും തൂക്കിയെടുത്തുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു കാര്യമില്ലാതെ ചുമരിന് തലയിട്ടിരിക്കുന്ന ഒരാളെ, ഒരു ചെറുപ്പക്കാരനെ അവൾ കാണുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട് ഈ പെൺകുട്ടിയോട്, അതായത് നമ്മുടെ കഥാനായിക ദാഗ്യയോട് ചോദിക്കണം, എന്താ മോളെ, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ദാഗ്യ പറയുന്നത്, സാറേ നിങ്ങളല്ല സ്റ്റേഷൻ മാസ്റ്റർ, ഞാൻ നിങ്ങളെ വിളിച്ചായിരുന്നു, ചില കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു, വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേഷൻ മാസ്റ്റർ അവളെയും കൂട്ടി പോവാണ്. ആ സമയത്ത് ദാഗ്യ പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു ഡെവലപ്മെന്റും ഇല്ല, ആരും കാണുന്നില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ, ഇവിടെ തന്നെയുള്ള ആളല്ലേ, ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കഥ നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ആദ്യമൊന്നും ഈ ഒരു സ്റ്റേഷൻ മാസ്റ്റർ വലിയ താല്പര്യം കാണിക്കുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന ദാഗ്യ ബേഗിൽ നിന്നും ഒരു കുപ്പി എടുക്കുകയാണ്. ഒരു ആറ്റ് സാധനമാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പൊ ആ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഇത് എവിടുന്നാ കിട്ടിയെന്നോ? എന്റെ മുത്തശ്ശന് ഇതിന്റെ പരിപാടിയാ, ഗവൺമെന്റിന്റെ വാട്ടർ അതോറിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ ജോലി വരെ. അത് തന്നെ കള്ളവാറ്റ്. എന്തായാലും സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടിയപ്പോൾ ഒരു 2 എണ്ണം അടിക്കുകയാണ്. എന്നിട്ട് അവളോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥകളൊക്കെ ആരംഭിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്ന് ഇവിടുന്ന് ട്രെയിൻ പുറപ്പെട്ട സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു പയ്യൻ ആ ഒരു ട്രെയിനിൽ കയറി. അവന്റെ പേര് എവിൻ എന്നാണ്. ചെറുപ്പക്കാരനാണെങ്കിലും നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു. അവനൊന്ന് നന്നായിട്ട് മദ്യപിച്ചു. ട്രെയിനിൽ പോകുന്ന സമയത്ത് തലകറി നിലത്തൊക്കെ വീണു. അവിടുത്തെ ആളുകളാണ് അവന് പിന്നീട് എടുത്ത് ആ ഒരു ചെയറിലേക്ക് ഇരുത്തിയത്. അങ്ങനെ അരബോധത്തിൽ അവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനൊരു കാര്യം കണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീ ട്രെയിനിൽ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിന്റെ വാതിലിന് തലയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അരബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ അവൻ കൂടുതലായിട്ട് നോക്കാനൊന്നും നിന്നില്ല. പിന്നീട് അവന്റെ ബോധവും പോയി. കുറെ നേരം കഴിഞ്ഞു. എവിന് ബോധം വന്ന സമയത്ത് കണ്ണ് തുറന്നു നോക്കി. അപ്പൊ ആ ഒരു കമ്പാർട്ട്മെന്റിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ എവിനും കൂടെ ഒരു അപ്പാപ്പനും അതുപോലെ തന്നെ നേരത്തെ തല വാതിലിനടിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളും. അപ്പൊ ചെറുതായിട്ട് എവിന് പേടിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ അപ്പൂപ്പൻ പറയണ, എന്തായാലും ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാണേ. അപ്പൊ എവിൻ പറയണ, അങ്കിൾ പോകില്ല, ഞാനും ഉണ്ട്, എനിക്കും പേടിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോവാണ്. ഇതേ നേരം തന്നെ എവിനെ അവന്റെ അമ്മ വിളിക്കുന്നുണ്ട്. പിന്നീട് അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, നീ കള്ള് കുടിച്ചിട്ടുണ്ടല്ലേ, എന്റെ മോനെ എത്ര വട്ടം നിന്നോട് പറഞ്ഞു കള്ളു കുടിക്കല്ലേ, നന്നായിട്ട് പഠിക്കേ, എന്തായാലും നോക്കി കണ്ടൊക്കെ നടക്കുന്നു പറഞ്ഞിട്ട് അമ്മ ഫോൺ വെക്കുകയാണ്. അതേ നേരം തന്നെ അവന്റെ ഫോണിലേക്ക് അവന്റെ അമ്മ ഒരു ന്യൂസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോ ലിങ്ക് ആയിരുന്നു. അതിപ്പോ അവൻ ഇരുന്ന് കാണുകയാണ്. വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവൻ കയറിയ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ തലയിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ. മാത്രമല്ല ആ ഒരു സ്ത്രീ പിന്നീട് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു ചാടി അവർ മരിക്കുന്നുണ്ട്. ഇത് കണ്ട് എവിനാകെ ഞെട്ടിപ്പോവാണ്. അതായത് കുറച്ചു നേരം മുന്നേ അവനിരുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്നും ഇതേ കാഴ്ച തന്നെയാണ് അവൻ കണ്ടത്. അപ്പൊ ആ ഒരു ഷോക്കിൽ അവൻ നിൽക്കുന്ന സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ അപ്പാപ്പനുണ്ടല്ലോ, ഇയാളും ഇയാളുടെ തലയിട്ട് ആ വാതിലിനിട്ട് ഇടിക്കാൻ തുടങ്ങുകയാണ്. അധികം വൈകാതെ തന്നെ ആ ഒരു ട്രെയിനിന്റെ എല്ലാ ലൈറ്റുകളും ഓഫ് ആവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന അപ്പാപ്പനെ കാണുന്നില്ല. മാത്രമല്ല ആ ഒരു സ്ത്രീ അവന്റെ അരികിലേക്ക് വരികയാണ്. ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ തല ഉരുണ്ട് താഴേക്ക് വരുന്നുണ്ട്. മാത്രമല്ല തലയില്ലാത്ത ആ ഒരു ശരീരം പിന്നീട് അവനെ പിടിക്കാനായിട്ട് അവന്റെ അരികിലേക്ക് വരികയാണ്. ഇത് കണ്ട് പേടിച്ച് അവൻ ഒരൊറ്റ നിലവിളിയാണ്. നിലവിളിച്ചപ്പോൾ അവൻ കണ്ണു തുറക്കുകയാണ്. അതായത് ശരിക്കും ബോധക്കേടിൽ നിന്നും ഇപ്പോഴാണ് ഇവൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ട ആ ഒരു അപ്പാപ്പൻ അപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ട്രെയിൻ
അവർ സ്റ്റേഷനിൽ നിർത്തുകയാണ്. അവൻ അപ്പം തന്നെ ട്രെയിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ട്രെയിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഭാഗത്ത് പോലീസുകാർ മാർക്ക് ചെയ്തിരിക്കുകയാണ്, അപകടം സംഭവിച്ച ഏരിയയാണ്, അങ്ങോട്ടേക്ക് പോകരുത് എന്ന്. അതുപോലെ തന്നെ എവിൻ നോക്കുമ്പോൾ തൊട്ട് മുൻപിലായിട്ട് ഒരു സ്ത്രീ അവരുടെ തല ചുമരിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ സ്വപ്നത്തിൽ കണ്ട അതേ പിശാച് തന്നെ. അതുപോലെ തന്നെ ഇവന് തോന്നി അവന്റെ പിന്നിൽ ആരോ ഒരാളുണ്ടെന്ന്. തിരിഞ്ഞു നോക്കാൻ പോലും അവന് പറ്റുന്നില്ല, അത്രയും പേടിച്ചുപോയി. ഭയം കാരണം കണ്ണുകളൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങുകയാണ്. അതേ നേരം ആ ഒരു പിശാച് അവന്റെ പിന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. അധികം വൈകാതെ അവനെ എടുത്ത് ആ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞ് എവിനെ ആ ഒരു പിശാച് കൊന്നുകളയാണ്. എന്നാൽ CCTV വിഷ്വൽ നോക്കുന്ന സമയത്ത് ഈ എവൻ ഉണ്ടല്ലോ, അവൻ ആ ഒരു റെയിൽ പാളത്തിലേക്ക് ചാടുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആ ഒരു പിശാച് തള്ളിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ ദാക്കിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും അവളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒന്നാന്തരം കണ്ടന്റ് തന്നെ. അപ്പൊ ഇതുപോലെ വേറെയും കഥകൾ ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയാണ്, ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ നോക്കാം നമുക്ക്. എന്തായാലും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് നേരെ പിറ്റേ ദിവസം പോകുന്നത് ഓഫീസിലേക്കാണ്. എന്നിട്ട് ഈ ഒരു സ്റ്റേഷനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ശരിക്കും അതൊരു ഗോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. 16 ആൾക്കാരാണ് അവിടെ വെച്ച് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ദാക്കിയ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതേ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ഹാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വരുന്നുണ്ട്. ആളൊരു ഇച്ചിരി പഞ്ചാരക്കുഞ്ചാണ് കേട്ടോ. നമ്മുടെ ദാക്കിയോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവൻ വരികയാണ്. എന്തായി ഇന്നലെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഡാറ്റ കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അപ്പൊ കിട്ടിയ ഡാറ്റയെ കുറിച്ച് ദാക്കിയ ഹാനോട് പറയാൻ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ പേര് ഐറിൻ എന്നാണ്. അവൾ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത് സക്സസ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു ഐറിൻ വന്നിട്ട് പറയുന്നത്, ദാക്കിയ വെറുതെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പിന്നാലെ പോകണ്ട കേട്ടോ, നിനക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, അത് ഒഴിവാക്കിയേക്ക്. നീ എന്റെ കണ്ടന്റ് നോക്ക്, എന്താ അടിപൊളിയാണ്. വ്യൂസ് ഒക്കെ കണ്ടങ്ങനെ പാറി പറക്കുന്നത് കണ്ടോ. നിന്റെ ചാനലാണെങ്കിൽ ഒരു ഡെവലപ്പും ഇല്ലാല്ലേ, ഒരുമാതിരി ചത്ത പോലെ. ഇത് കേട്ടപ്പോൾ ഡാക്കിയൊക്കെ ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അവൾ എന്തായി ഒരു കുപ്പിയും കൂടെ എടുത്ത് നേരെ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് ആദ്യം പറഞ്ഞ കഥയുണ്ടല്ലോ, അതിനേക്കാൾ കിടിലമായിട്ടുള്ള വേറൊരു കഥ കൂടെ പറഞ്ഞു തരുമെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്. അപ്പൊ മാസ്റ്റർ പറയുന്നത്, എടോ നിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടല്ലോ, ഒട്ടും വ്യൂസ് ഇല്ലാലേ, ഒരു ഗതി പിടിക്കുന്നില്ലാലേ. ഇത് കേട്ടപ്പോൾ ദാക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ്. ആ കണ്ണുനീര് അയാളെ കാണിക്കാതെ തന്നെ അവൾ തുടച്ചു കളയുന്നുണ്ട്. അപ്പൊ അയാൾക്ക് പാവം തോന്നിയിട്ട് സ്റ്റേഷൻ മാസ്റ്റർ പറയാണ്, നിനക്ക് വേണ്ടത് കഥയല്ലേ, മറ്റൊരു നല്ല ഒന്നാം തരം കഥ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതേ ട്രെയിനിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ പേര് ഹൈജിൻ എന്നാണ്. ഈ ഹൈജിന് വല്ലാത്തൊരു അപകർഷതാബോധമുണ്ട്. അവളുടെ മൂക്ക് ഒട്ടും ഭംഗിയില്ല. അതുകൊണ്ട് തന്നെ അവളെ കാണാനും ഭംഗിയില്ല. നല്ല ഭംഗിയുള്ള മൂക്കുള്ളവരെ കാണുന്ന സമയത്തൊക്കെ അവൾ അതങ്ങനെ നോക്കി നിൽക്കും. ഇതേ കമ്പാർട്ട്മെന്റിൽ തന്നെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. മുഖമെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മുഖം മുഴുവനായിട്ട് പൊതിഞ്ഞു കിട്ടിയ ഒരാൾ അവളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തോ അയാളുടെ ആ ഒരു മുഖം കണ്ട് അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അത് കണ്ടപ്പോൾ അവൾക്കൊരു ഡിസ്കംഫേർട്ട് തോന്നാണ്, എന്തോ ഒരു പേടി പോലെ. അതുകൊണ്ട് തന്നെ ഡോറിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ്. ഇതേ നേരം അവിടെ വെച്ച് അവളുടെ ഒരു പഴയ സാറിനെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. എന്തോ അവൾക്ക് ആ ഒരു സാറിനോട് ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സാറിന്റെ ഗേൾ ഫ്രണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ സാറുമായിട്ട് അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. അടുത്ത സ്റ്റേഷനിൽ എത്തി അവൾ അവിടെ ഇറങ്ങുകയാണ്. അപ്പൊ അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു ഭംഗിയില്ല, എന്റെ മൂക്കാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റൊരു ട്രെയിൻ കൂടെ കയറിയാലേ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ആ ഒരു സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോയിട്ട് കാത്തിരിക്കുകയാണ്. ഈ നേരത്ത് അവളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, ഹൈജിൻ നിന്റെ മൂക്ക് കാണാൻ ഭയങ്കര രസാട്ടോ. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ നേരത്തെ ആ ഒരു ട്രെയിനിൽ വെച്ച് കണ്ട ആളുണ്ടല്ലോ, ആളെ കാണുകയാണ്. അതൊരു സ്ത്രീയാണ്. അവരുടെ ആ ഒരു നിൽപ്പും ഭാവമെല്ലാം കണ്ടപ്പോൾ ഹൈജിന് ആകെ പേടിയാവണം. അവൾ എന്തായി നൈസായിട്ട് അവിടുന്ന് മാറുകയാണ്. എന്നാൽ അവൾ എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ടോ അവളുടെ പിന്നാലെ തന്നെ ഇവരിങ്ങനെ വരുന്നുണ്ട്. ഓരോ തൂണിന്റെ മറവിൽ നിന്നും അവളിങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. മാത്രമല്ല പിന്നീട് അവൾ എവിടെ പോയി നിന്നാലും അവളുടെ അരികിലേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ഒരു ഹൈജിൻ വിചാരിക്കുകയാണ്, ഇത്രയും ഒരു എന്താ പറയാ കാണുമ്പോൾ തന്നെ വിയേർഡായിട്ട് തോന്നുന്ന ഫേസുള്ള ഒരാള് ഇമാതിരി കോപ്രായങ്ങൾ ഇവിടെ വെച്ച് കാണിച്ചിട്ടും ഇതെന്താ ആരും ശ്രദ്ധിക്കാത്തത്? കാരണം അവളൊഴികെ ബാക്കി ആരും ഇതൊന്നും നോക്കുന്നേ ഇല്ല. അപ്പൊ ഒരു സംശയം തോന്നിയ ഹൈജിൻ എന്താക്കി, കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് അവർക്ക് നേരെ ചൂണ്ടുകയാണ്. പിന്നീട് ക്യാമറ ഓൺ ആക്കി നോക്കുമ്പോൾ വീഡിയോയിൽ അവരുടെ ആ ഒരു ദൃശ്യം അത് വരുന്നില്ല. മാത്രമല്ല നേരിട്ട് നോക്കുമ്പോൾ കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായി ഇതൊരു ഗോസ്റ്റ് ആണെന്ന്. മാത്രമല്ല അതിന്റെ കയ്യിൽ എന്തോ ഒരു കപ്പ് ഉണ്ടായിരുന്നു, തിളക്കുന്ന എന്തോ ഒരു വസ്തു അതിലുണ്ട്, അത് ആസിഡാണ്. അത് അവളുടെ ദേഹത്ത് ഒഴിക്കാനായിട്ട് ആ ഒരു സ്ത്രീ വന്നപ്പോൾ ഹൈജിൻ അവിടുന്ന് ഓടിപ്പോയി ഒരു ബാത്റൂമിൽ കയറിയിട്ട് വിളിക്കുകയാണ്. അപ്പൊ തന്നെ പോലീസിന് വിളിച്ച് പറയുന്നുണ്ട്, സാറേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എന്നെ ആക്രമിക്കാനായിട്ട് എന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, ആ ആളെ കുറിച്ചൊന്ന് പറ, ആ സ്ത്രീയുടെ രൂപം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹൈജിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുഖം മുഴുവനായിട്ട് ബാൻഡേജ് ചുറ്റി, കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു രൂപം. പെട്ടെന്ന് ഹൈജിൻ ഒരു കാര്യം ഓർമ്മ വരുവാണ്, അല്ല സാറേ ഞാൻ നിങ്ങളോട് അത് ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതൊരു സ്ത്രീയാണെന്ന് സാറിന് മനസ്സിലായത്? അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്, അവൾ സംസാരിച്ചത് പോലീസിനോടല്ല, ആ പ്രേതത്തിനോട് തന്നെയാണ്. അപ്പൊ തന്നെ ബാത്റൂമിന്റെ ബേക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കണം, നിന്റെ മൂക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുകളിലേക്ക് നോക്കിയപ്പോ ദാണ്ടെ ആ കൈ വരികയാണ്, കയ്യിൽ ആ ആസിഡിന്റെ കുപ്പിയുണ്ട്. പിന്നീട് ബാത്റൂമിന്റെ ഡോറ് തുറന്ന് ആ സ്ത്രീ മുഖത്തെ ആ ഒരു തുണി മാറ്റുകയാണ്. കണ്ടാൽ തന്നെ പേടിയാവുന്ന മൂക്കില്ലാത്തൊരു മുഖമായിരുന്നു. അത് കണ്ട് പേടിച്ച് നിൽക്കുന്ന ഹൈജിന്റെ തലയിലൂടെ ആ ആസിഡ് ഒഴിക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോവാണ്. രണ്ടാമത്തെ കഥയും ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പൂർണ്ണമായിട്ടും ദാക്കിയൊക്കെ പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ കഥ ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടി വിയേർഡായിരുന്നല്ലേ. ആക്ച്വലി ഇതൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചു
സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ കെട്ടുകഥകളാണോ എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സത്യമാണ്. ശരിക്കും ഇവിടെ വെച്ച് 16 പേരെ കാണാതായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ കഥയും കേട്ട് ഇപ്പൊ ദാക്കി അവിടുന്ന് പോവാണ്. മാത്രമല്ല ചെറിയൊരു ഗോസ്റ്റ് സെറ്റപ്പിൽ മേക്കപ്പ് എല്ലാം ചെയ്ത് അവളൊരു ഇൻട്രോ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിലേക്ക് പോയിട്ട് ബാക്കിയുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇതിപ്പോ ഹാനിനെ കാണിക്കുകയാണ്. ഹാനും ഇപ്പൊ ആ ഒരു ഷൂട്ട് ചെയ്ത വിഷ്വലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തു. എന്നാൽ ഹാൻ ഇപ്പോൾ നമ്മുടെ ദാക്കിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ല, നീ അന്ന് കാണിച്ചെന്ന ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിലെ വിഷ്വൽ, അവിടെ ഒരു ഫ്രിഡ്ജ് ഞാൻ കണ്ടായിരുന്നു. അതിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഹാൻ പറഞ്ഞപ്പോൾ ദാക്കിയെ ഒന്നുകൂടെ നോക്കുകയാണ് ആ ഒരു വീഡിയോ ഫുട്ടേജ്. അപ്പൊ അവൻ പറഞ്ഞ സത്യമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, ഒരു നിഴല് പോലെ. അപ്പൊ അതെന്താണെന്ന് അറിയണമല്ലോ. ദാക്കിയെ നേരെ പോകുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒരു നിഴല് പോലെ എന്തോ ഒന്ന് കണ്ടു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഇപ്പൊ ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ പറയാണ്, അറിയാം, പക്ഷേ അത് പറയുന്നതിന് മുന്നൊരു കാര്യം ചെയ്യും. ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് വെള്ളം അടിക്കുന്നില്ല, നീ ഒരു 2 പെഗ് അടിക്കുക. കഴിഞ്ഞ 2-3 വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ടല്ലോ, വലിയ മോശമില്ലാതെ നിന്റെ ചാനൽ പോകുന്നില്ലേ, അതിന്റെ ഒരു സെലിബ്രേഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ 2 പെഗ് അവളും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത കഥ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കണ്ട ആ ഒരു രൂപം അതെന്താണെന്ന്, അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പിച്ചക്കാരൻ ഉണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് അയാളെ പിച്ചക്കാരൻ എന്ന് തന്നെ വിളിക്കാം. ചില സമയത്ത് അയാളുടെ കയ്യിൽ ഭക്ഷണം കഴിക്കാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം അയാളുടെ പേഴ്സിൽ നോക്കിയപ്പോൾ ഒന്ന് വെള്ളം പിടിച്ച് കുടിക്കാനുള്ള കാശ് വരെ ഇല്ലായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന സമയത്ത് അവരയാളെ ഓടിപ്പിച്ചു വിട്ടു. പിന്നീട് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ കൂൾ ഡ്രിങ്ക്സ് എല്ലാം വെക്കുന്ന ഈ കോയിൻ ഇട്ടാൽ അത് പുറത്തേക്ക് വരുന്ന ഒരു തരം ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നിന്റെ അടുത്തേക്ക് ചെന്നു. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണുപോയ കോയിൻ അവിടെ എങ്ങാനും ഉണ്ടായാലോ എന്ന് നോക്കിയിട്ട് അതിന്റെ ആ ഒരു അടിഭാഗം എല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഒരു സാധാരണ കോയിനും ഒരു ചുവന്ന കോയിനും അയാൾക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് പരിശോധിക്കാന്ന് കരുതിയിട്ട് അത് എടുത്തുകൊണ്ട് നേരെ ഈ പിച്ചക്കാരൻ ബാത്റൂമിലേക്ക് പോകണം. എന്നാൽ അതേ നേരം തന്നെ അതിലൂടെ വന്നൊരു റൗഡി ഈ ഒരു ഭാഗത്ത് ചുറ്റി തിരിഞ്ഞു നടന്ന് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിടിങ്ങി വാങ്ങലാണ് ഇവന്റെ പരിപാടി. അതായത് എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന ജാതി എന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പൊ ആ ഒരു റൗഡി അങ്ങോട്ടേക്ക് വന്നിട്ട്, എന്താടാ കയ്യിൽ കാശ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ കൈയെടുത്ത് ആ ഒരു കാശ് എടുക്കുകയാണ്. ആകെ 1-2 കോയിൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതെടുക്കാതെ മറ്റേ കോയിൻ എടുത്തുകൊണ്ട് ഈ ഒരു റൗഡി അവിടുന്ന് പോവാണ് കേട്ടോ. സങ്കടവും ദേഷ്യക്കായിട്ട് ഈ പിച്ചക്കാരനെ അവനായിട്ട് കുത്താൻ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല അടി തിരിച്ചു കിട്ടുവേ. അതുകൊണ്ട് ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ അപ്പുറത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരാൾ നടന്നു പോകുന്നത് ഈ ഒരു പിച്ചക്കാരൻ കാണുന്നുണ്ട്. ആള് നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാ. മാത്രമല്ല കയ്യിൽ മദ്യത്തിന്റെ കുപ്പിയൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഈ ഒരു പിച്ചക്കാരന് ആകെ കൊതിയാവാണ്. ഇയാൾ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചുവന്ന കോയിൻ അതിട്ടുകൊണ്ട് ഇനി വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇത് ഇടുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു ബോട്ടിൽ വെള്ളവും കിട്ടുകയാണ്. ആർത്തിയോട് കൂടിയിട്ട് അത് കുടിക്കാൻ നിൽക്കുമ്പോൾ അത് കാലിയായിരുന്നു കേട്ടോ. അതായത് ഒരു ലക്ഷണം കെട്ട ജാതിയാണ് ഞാൻ, ഒരു ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ എന്ന് ഈ പിച്ചക്കാരൻ ഇങ്ങനെ പെറുവിറുത്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നേരത്തെ അപ്പുറത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അയാൾ പെട്ടെന്ന് കാണാതായി. ഈ പിച്ചക്കാരൻ പിന്നീട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാളെ കാണാതായി എന്നേ ഉള്ളൂ. പക്ഷെ അയാളുടെ വസ്ത്രവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3-4 കോയിൻസും. അതിൽ ഒരെണ്ണം ചുവന്നതാണ്. എന്തായാലും ഇതെല്ലാം വാരി പെറുക്കി നേരെ ബാത്റൂമിലേക്ക് ഓടുകയാണ്. അപ്പോൾ ആ ഒരു പാന്റിന്റെ പോക്കറ്റിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. എന്തായാലും ഈ പിച്ചക്കാരൻ എന്ത് ചെയ്തു, ഈ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് ആ ഒരു നേരത്തെ ഭക്ഷണം ആ കാശ് കൊണ്ട് കഴിക്കുകയാണ്. എന്നാൽ വെള്ളം കുടിക്കാനുള്ള കാശ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റെഡ് കോയിൻ അത് ആ ഒരു മിഷേലിൽ കൊണ്ട് ഇട്ട് നോക്കിയാലോ എന്ന് അയാൾ വീണ്ടും വിചാരിക്കുകയാണ്. ഇത്തവണ റെഡ് കോയിൻ ഇട്ട സമയത്ത് ഇയാൾക്ക് നല്ലൊരു ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് കുടിക്കാൻ നിൽക്കുമ്പോഴാണ് ആ റൗഡി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്റെ ഈ ഒരു കോലൊക്കെ കണ്ട സമയത്ത്, ആഹാ കോട്ടൊക്കെ ഇട്ട് നിൽക്കാണല്ലോ, വെള്ളം കുച്ചാൻ പോവല്ലേ, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം, നമുക്ക് കുടിക്കാട്ടാ ഇതും പറഞ്ഞ ആ റൗഡി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിച്ചക്കാരൻ എന്താക്കി വേഗം തന്നെ അത് പൊട്ടിച്ച് അത് കുടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഈ ബോട്ടിൽ പൊട്ടിച്ച ഉടനെ തന്നെ ഈ റൗഡിയുടെ അയാളുടെ ഒരു കാലം കൂടി ഇല്ലാതാവുകയാണ്. ഇതെന്താ ഈ സംഭവിക്കുന്നത്? പിന്നീട് മറ്റേ കാല്, പിന്നീട് കൈ, തല, ഇതെല്ലാം കൂടി ഒറ്റ അടിക്കാണ്ട് അപ്രതീക്ഷമായിട്ട് ഇയാൾ നേരെ ആ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. അതായത് ആ റൗഡി ദേഹത്ത് ഒരു തരി പോലും തുണിയില്ലാതെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് റൗഡി ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, എടോ എന്നെ രക്ഷിക്കടാ, എനിക്ക് ആകെ പേടിയാകുന്നു, പ്ലീസ് എന്നെ കൊല്ലരുതെന്ന് നിലവിളിച്ച് കരയാണ്. ഇതെല്ലാം കണ്ട് പിച്ചക്കാരൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ആ ഒരു മിഷീന്റെ ഉള്ളിൽ വെച്ച് ചതഞ്ഞരഞ്ഞുകൊണ്ട് ആ ഒരു റൗഡി മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഭയത്തോട് കൂടിയിട്ട് പിച്ചക്കാരൻ ഇപ്പൊ ആ ഒരു റൗഡിയുടെ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ നിറയെ കാശുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ റെഡ് കോയിൻസും കിട്ടുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ പിച്ചക്കാരന് ഇതൊരു അവസരമാണ്, ഇതെനിക്ക് ഉപയോഗിക്കണം. ഇയാൾ പിന്നീട് എന്താക്കാൻ തുടങ്ങി, ഇതുപോലെ റെഡ് കോയിൻ ഇടും, എന്നിട്ട് ആ ചുവന്ന ബോട്ടിൽ എടുക്കും, എന്നിട്ട് അവിടെയുള്ള ആർക്കെങ്കിലും നേരെ നീട്ടി ഇത് തുറക്കും. ഈ സമയത്ത് എന്ത് സംഭവിക്കും, ആ ആൾക്കാർ അവിടുന്ന് അപ്രതീക്ഷമായിട്ട് ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് എത്തി ആ ഫ്രിഡ്ജിന്റെ ഇരകളായിട്ട് മാറും. ഇയാൾ ഈ പരിപാടി സ്ഥിരമായിട്ട് ചെയ്യാണ്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് മെഷീന്റെ ഉള്ളിൽ നിന്നും ചുവന്ന കോയിനും കിട്ടും. അതുപോലെ തന്നെ ഈ കാണാതാവുന്ന ആൾക്കാരുടെ ഡ്രസ്സിൽ നിന്നും പണം കൊടുക്കാലോ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിച്ചക്കാരന്റെ കയ്യിൽ ഇപ്പൊ നല്ല കാശായിട്ടുണ്ട്. ഇപ്പൊ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ആകെ മാറ്റുകയാണ്. കോട്ടും സ്യൂട്ടും അതുപോലെ തന്നെ ക്ലീൻ ഷേവൊക്കെ ആയി. കയ്യിൽ കാശ് വന്നപ്പോൾ അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് അഹങ്കാരം കൂടെ കൂടുകയാണ്. ഇപ്പൊ അതിലൂടെ പോയി ഒരാൾ അറിയാതെ ഈ ഒരു പിച്ചക്കാരന്റെ ദേഹത്ത് തട്ടി അതിനുള്ള പ്രതികാരമായിട്ട് ഇതുപോലെ ബോട്ടിലെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി അയാൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് കൊന്നുകളയാണ്. അതായത് ഒരു ദുഷ്ട മനസ്സാവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഒരു ദിവസം ഇതുപോലെ കയ്യിലൊരു കള്ളും കുപ്പി എടുത്ത് കോട്ടിംഗ് സ്യൂട്ട് എല്ലാം എടുത്ത് ഇയാൾ ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ അവിചാരിതമായിട്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ ഒരു പിച്ചക്കാരൻ കാണുകയാണ്. ഇയാളുടെ തുടക്കത്തിൽ ഇയാൾ എങ്ങനെയായിരുന്നു,
താടിയെല്ലാം നീട്ടി ഒരുമാതിരി ഒരു പക്കാ പിച്ചക്കാരൻ. അതായത് ഇയാളുടെ പഴയ കാലത്തിന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇയാൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അതായത് ചുവന്ന കോയിനിട്ട് ആ ചുവന്ന നിറത്തിലുള്ള ബോട്ടിൽ പുറത്തേക്കെടുത്ത് അത് തുറക്കാൻ നിൽക്കുകയാണ്, അതും ഇയാളെ തന്നെ നോക്കിയിട്ട്. അതായത് കോട്ടും സ്യൂട്ടും ഇട്ട് നിൽക്കുന്ന ഈ പിച്ചക്കാരൻ ഇപ്പൊ കാണുന്നത് ഇയാളുടെ ഭൂതകാലത്തിനെ തന്നെയാണ്. ഭൂതകാലത്തുള്ള ആ ഒരു പിച്ചക്കാരന് ഇപ്പൊ ആ ഒരു ബോട്ടിലെടുത്ത് അത് തുറന്നതും ഒറ്റയടിക്ക് ഈ പിച്ചക്കാരൻ എന്തായി, അതായത് ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്ന പിച്ചക്കാരൻ നേരെ ആ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. മാത്രമല്ല എങ്ങനെയാണോ ബാക്കിയുള്ള ആളുകൾ മരണപ്പെട്ടത് അതേ രീതിയിൽ ഇയാളും മരണപ്പെടുകയാണ്. അതായത് മൂന്നാമത്തെ കഥയിലൂടെ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് ഇവിടെ പ്രേതം മാത്രമല്ല ടൈം ലൂപ്പുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങളുണ്ട് എന്നാ. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരു വിഷയം മാത്രമല്ല ഇവിടെ ഉള്ളത്. കഥ ഇനിയും പറയണമെന്ന് സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചപ്പോ ദാക്കിയ തൊട്ടപ്പുറത്ത് കിടന്ന് കൂർക്കം വലിക്കുകയാണ്. ആളൊരു 2 പെഗ് അടിച്ചല്ലോ, അതങ്ങോട്ട് തലക്ക് പിടിച്ചുപോയി. എന്തായാലും ബോധമില്ലാതെ അവൾ കിടക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വിചാരിക്കുകയാണ് എന്തായാലും ബുദ്ധിമുട്ടിക്കണ്ട, പോയേക്കാം. പിന്നീട് അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ദാക്കിയുടെ ചാനലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഹാൻ അവളെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. മാത്രമല്ല ഹാൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടി കണ്ണ് തുറക്കുകയാണ്. നോക്കുമ്പോ എന്താ, ഓഫീസിലിരുന്ന് ഉച്ചമയക്കത്തിൽ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. മാത്രമല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഹാനും അതുപോലെ തന്നെ അവൾക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു പെണ്ണുണ്ടല്ലോ ഐറിൻ, ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും വേണോ അവനോട് ദേഷ്യം തോന്നാൻ. അപ്പൊ ആകെ സങ്കടമായിട്ട് അവളിപ്പോ നേരെ പോകുന്നത് ആ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്കാണ്. കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയണം നിന്റെ ഉള്ളിൽ ഒരു അല്പം അസൂയയും കുശുമ്പൊക്കെ ഉണ്ട് അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ നിന്റെ ലൈഫ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നില്ലേ, നിന്റെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആയിട്ടുണ്ട്, നിന്റെ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട്, എന്നിട്ട് എന്തിനാ കിട്ടാൻ അർഹതയില്ലാത്ത സാധനത്തിന് വേണ്ടി അതിന്റെ പിന്നാലെ പോകുന്നത്. ഇപ്പൊ ആ ഒരു പയ്യന് നിന്നോട് താല്പര്യമില്ലെങ്കിൽ നീ വിട്ടുകളയാ. അതുപോലെ തന്നെ അവളുടെ വളർച്ചയൊക്കെ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ എന്തിനാണ് കുശുമ്പും അസൂയം വരുന്നത്, വിട്ടുകളയി. നിനക്ക് എന്താണോ കിട്ടേണ്ടത് അത് നിനക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് തൽക്കാലം മോൾ ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയാണ്. എന്തായാലും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതും കേട്ട് അവൾ നേരെ ഓഫീസിലേക്ക് പോകണം. ഓഫീസിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ, ഫുൾ ഇരുട്ടാണ്. അതുപോലെ പിന്നിലൂടെ ആരോ നടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ലൈറ്റൊക്കെ ഒറ്റയടിക്ക് ഓൺ ആവുകയാണ്. എല്ലാവരും റെഡി ആയി നിൽക്കുന്നു അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. കാരണം വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് റീച്ചായി, 1 മില്യൺ സബ്സ്ക്രൈബായി, നല്ല വ്യൂസ് ആയി. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ അവൾക്കൊരു കേക്ക് കൊടുക്കുകയാണ്, നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്നാൽ ഒരാൾ മാത്രം തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല, മറ്റാരുമല്ല ഐറിൻ തന്നെ. എന്തായാലും കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും ദാക്കിയുടെ ചാനലൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായി വൈറലായി, ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ എനിക്ക് ഒരു ദിവസം അവളുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നു. അതായത് ദാക്കിയ ഈ പരിപാടി നീ ഇപ്പൊ നിർത്തിക്കോ, നിന്റെ ചാനൽ ഡിലീറ്റ് ചെയ്തോ, നീ ഇപ്പൊ ചെയ്യുന്ന പരിപാടിയായിരുന്നു ഞാൻ പണ്ട് ചെയ്തിരുന്നത്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പൊ ഈ ഒരു കമന്റ് കണ്ട സമയത്ത് ദാക്കിയ അവൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കാണ്, ഒരു കഫേയിൽ വെച്ച് നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് പറയണം. അങ്ങനെ ആ കമന്റ് ഇട്ട ലേഡി ഉണ്ടല്ലോ അവരുമായിട്ട് ദാക്കിയ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവളിപ്പോ ഒരു കഫേയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ആ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു. അവളെ പോലെ തന്നെ ചെറിയൊരു പെണ്ണാണ്, തലയിൽ ഒരു തൊപ്പിയെല്ലാം വെച്ച് കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ച് ചുറ്റും തിരിഞ്ഞു നോക്കി ഒരു ഭയത്തോട് കൂടിയിട്ടാണ് ഈ സ്ത്രീ അവിടെ വന്നിരിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ അവരാരും ഫോളോ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ദാക്കിയ ഇപ്പൊ ഈ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാണ് ആ രീതിയിൽ കമന്റ് ഇട്ടത്? അപ്പൊ ഈ ഒരു പെൺകുട്ടി പറയാണ്, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് വന്ന ഗതി നിനക്ക് വരാതിരിക്കാനാ, ദയവ് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യുക, ഇനി അങ്ങോട്ടേക്ക് പോവാതിരിക്കുക, ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്യുക. എന്നാൽ ഞാൻ എന്തിനാ അത് ചെയ്യുന്നതെന്ന് ഇപ്പൊ ദാക്കിയ വീണ്ടും ചോദിച്ചപ്പോ നിനക്കൊരു കാര്യം അറിയണോ, ദാ എന്റെ ഈ കണ്ണ് നോക്കുന്നവരുടെ കണ്ണാടി ഒരു കാണിച്ചു കൊടുക്കാണ്. അവൾക്കൊരു കണ്ണില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പെണ്ണൊരു കാര്യം പറയുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കോങ്ലിൻ, അതാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്. അന്ന് അവിടെ ഒരു ചർച്ചായിരുന്നു. ആ ചർച്ചിന്റെ താഴെയായിട്ട് ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. വിശ്വാസികൾ ആരും അറിയാതെ ഒരു കൂട്ടം ആൾക്കാർ, ഒരു തരം കൾട്ട് ഗ്രൂപ്പ്, സാത്താൻ സേവകര് അവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയൊക്കെ ആ ഒരു പള്ളി പൊളിക്കേണ്ടി വന്നു. ആ ഒരു സാത്താൻ സേവകർ അവിടെ നിന്ന് പോയി. പക്ഷെ ഇപ്പോഴും അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്, നിർത്തി പൊയ്ക്കോന്നു. ഇതേ നേരം തന്നെ ദാക്കിയുടെ പിന്നിൽ ഒരു വല്ലാത്ത ആട്ടുംതാലിയുള്ള ഒരു രൂപം വന്ന് നിൽക്കുകയാണ്. അത് ഈ ഒരു പെൺകുട്ടി കണ്ട് അവൾ കരഞ്ഞോണ്ട് നിലവിളി ചൂടുകയാണ്. എന്നാൽ ദാക്കിയൊന്നും മനസ്സിലാവുന്നില്ല, ഇവർക്ക് എന്താ പറ്റിയ, ഇനിയിപ്പോ വട്ടായിരിക്കുമോ. എന്തായാലും പിന്നീട് അവൾ തിരിച്ചു പോകുന്ന നേരത്ത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അതിന്റെ ഒരു പഴയകാല ചരിത്രമൊക്കെ പരിശോധിക്കുന്നുണ്ട്. ശരിയാണ്, കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിന്റെ കീഴെ ബേസ്മെന്റിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു തരം കൾട്ട് ഗ്രൂപ്പ്, സാത്താൻ സേവകരുണ്ടായിരുന്നു. അവരുടെ സേവയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ പള്ളി പൊളിക്കുമെന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു കൂട്ടം ആ കൾട്ട് ഗ്രൂപ്പിലെ ആൾക്കാർ എന്തോ വലിയൊരു പൂജ ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ച് ഒരുമിച്ച് ഇവരെല്ലാവരും കൂടെ ഒറ്റയടിക്കാൻ ഇല്ലാതായി പോവാണ്. ഇവർക്ക് എന്താ സംഭവിച്ചത്, എന്താണ് അവിടെ ഉണ്ടായത്, ഇതൊന്നും യാതൊരു ഐഡിയ ഇല്ല, ആർക്കും അറിയില്ല അതിനെക്കുറിച്ച്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലിട്ട് ഇപ്പൊ ദാക്കിയ നേരെ രാത്രി ആയിട്ടുണ്ട്, ഓഫീസിൽ പോയി ഇരിക്കുകയാണ്. അവൾക്ക് ഇപ്പൊ ചാനൽ ഡിലീറ്റ് ചെയ്യണോ, വീഡിയോ ഡിലീറ്റ് ചെയ്യണോ, ഇത്രയും റീച്ച് ആയതല്ലേ, കരിയർ തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് അവൾക്ക് ഡിലീറ്റ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. ഇതേ നേരം തന്നെ തൊട്ടപ്പുറത്തെ ഓഫീസിന്റെ ആ ഒരു സെക്ഷനിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട് ദാക്കിയ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അത് ഞെട്ടിപ്പോയി കേട്ടോ. അവൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഹാന് അതുപോലെ തന്നെ ഐറിൻ രണ്ടുപേരും കൂടെ അവിടുന്ന് പൂരം കെട്ടിപ്പിടുത്തുന്ന മക്കളേക്ക്. ഇത് കണ്ട് ദാക്കിയുടെ നെഞ്ച് എന്ന് പൊട്ടിപ്പോവാണ്. ആഹാ, അപ്പൊ നീ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനാണല്ലേ. പിറ്റേ ദിവസം ദാക്കിയെ കണ്ട സമയത്ത് ഒന്നും അറിയാത്തതുപോലെ ഹാൻ വന്നിട്ട് പറയാണ്, നീ എങ്ങോട്ടേക്ക് പോകുന്നേ, ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ഡേറ്റിങ്ങിന് പോയാലോ, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നു.
സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ദാക്കിയ അവനൊന്ന് നോക്കുകയാണ്. അല്ല, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഓഫീസിലുണ്ടായിരുന്നു? അപ്പൊ ഹാൻ പറയുന്നത്, ഏയ് ഞാൻ ഓഫീസിലൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തു പോയായിരുന്നു. ഇത് കേട്ടപ്പോ തന്നെ ദാക്കിയ അങ്ങനെ ഉള്ളുന്ന ദേഷ്യം അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ്, തൽക്കാലം എനിക്ക് നിന്റെ കൂടെ ഡേറ്റിങ്ങിന് വരെ ഒരു താല്പര്യമില്ല, നീ പൊയ്ക്കാന്ന് പറയാണ്. ഹാനാണെങ്കിൽ ഒരുമാതിരി മുഖത്ത് അടി കിട്ടിയതുപോലെ ആയി പോവാണ്. പിന്നീട് നമ്മുടെ ഡാക്കിയ നല്ല വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ നേരെ പോകുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്കാണ്. എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, സാറേ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഒരു കഥയും കൂടെ പറഞ്ഞു തരണം എന്ന് പറയാം. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയാണ്, നിനക്ക് അത്യാവശ്യത്തിനുള്ള കഥകളൊക്കെ ആയില്ലേ, ചാനലിൽ 1 മില്യൺ സബ്സ്ക്രൈബർ ആയി, നല്ല വ്യൂസ് ആയി, നല്ല റീച്ച് ആയില്ലേ, ഇനിയും ഇതിന്റെ പിന്നാലെ ഇങ്ങനെ വരണോ? അത്യാഗ്രഹമല്ലേ? എന്നാൽ അത്യാഗ്രഹം ഒരു ഇച്ചിരി ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ദാക്കിയ പറയണം, സാറേ അവസാനമായിട്ട് ഒരു കഥ കൂടെ. ഇതിങ്ങനെ പറയുന്ന സമയത്ത് സ്റ്റേഷൻ മാസ്റ്റർ അയാളുടെ മൂക്ക് തുടച്ച് ആ ബ്ലഡ് ആയ ടിഷ്യൂ അവിടെ വെക്കുന്നതും ദാക്കിയ കാണുന്നുണ്ട്. അപ്പൊ അവള് പറയണ, സാറേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ അധികം നാളൊന്നും ജീവിച്ചിരിക്കില്ല, അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആരറിയാനാ? അപ്പൊ അതിനു മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും പറഞ്ഞത് സാറേ. അവളുടെ ഈ രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ അവൾ എത്രത്തോളം സെൽഫിഷ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ചിന്തിക്കുന്നതെന്ന് ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർക്ക് മനസ്സിലായി. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയണം, ഓക്കെ, അവസാനമായിട്ട് ഒരു കഥ കൂടെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആ പെൺകുട്ടി, അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നിന്റെ അതുപോലെ തന്നെയാണ് സ്വഭാവം. ലൈഫിൽ ആവശ്യത്തിനുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും ഇനിയും വേണം എന്നുള്ള ആ ഒരു ആർത്തി അവളുടെ ലൈഫിൽ വരാൻ തുടങ്ങി. എന്നാൽ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ ഈ ഒരു പ്രവൃത്തിയുടെ ഇടയിൽ ബാക്കിയുള്ളവരുടെ വേദനയോ ദുഃഖമോ ഇതൊന്നും അവള് കണക്കാക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. ശരിക്കും ആ ഒരു പെണ്ണ് അതാരുമല്ല, നമ്മുടെ ഡാക്കിയുടെ ശത്രുവായിട്ടുള്ള അവളുടെ ഓഫീസിൽ തന്നെയുള്ള ഐറിനെയാണ്. ഐറിന എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഒരു ഉളുപ്പുമാനും ഇല്ലാതെ വ്ളോഗുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങനത്തെ വ്ളോഗുകളൊക്കെ ഇഷ്ടമാണ്. ഒരുപാട് ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട്. ഒരു ദിവസം ഈ ഐറിന അതേ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു ട്രെയിനിൽ ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് ഓരോ ഹുക്കുകൾ ഉണ്ടാവുമല്ലോ. അതിൽ പിടിച്ച സമയത്ത് ഐറിനിന്റെ കയ്യിൽ പശ പോലെ എന്തോന്നാവുന്നുണ്ട്. ആദ്യം കണ്ടപ്പോൾ അറപ്പായി. പിന്നീട് അതെല്ലാം കഴുകിയിട്ട് അവൾ നേരെ ഓഫീസിലേക്ക് വരികയാണ്. ആ സമയത്ത് ദാക്കിയ അതുപോലെ തന്നെ ഹാൻ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഐറിനെ കണ്ടു. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഐറിനെ പറയാണ്, നീ വെറുതെ ആ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുത്തെ സ്റ്റോറി ഒന്നും ചെയ്യേണ്ട കേട്ടോ, അതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. അതായത് ഓൾറെഡി ഇത് നടന്ന കാര്യമാണ് കേട്ടോ. അതാണ് സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പോൾ ദാക്കിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഐറിന നമ്മുടെ ദാക്കിയോട് ഇതുപോലെ നെഗറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ ഹാന് പറയാണ്, നീ എന്തിനിങ്ങനെ നെഗറ്റീവ് ആവുന്നേ, പോസിറ്റീവായി സംസാരിക്കുക. ചിലപ്പോൾ ഈ ഒരു കണ്ടന്റിലൂടെ അവൾ വൈറലായാലോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഐറിന്റെ മൂക്കിൽ നിന്ന് രക്തം വന്നപ്പോൾ ഹാന് പറയാണ്, എന്താ പറ്റിയത്? മൂക്കുന്നതാ ചോര വരുന്നു. ഇത് കണ്ടപ്പോൾ ഐറിനാകെ പേടിച്ചു പോയി. അവൾ വേഗം ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. ആ രക്തമൊക്കെ തുടച്ചു കളഞ്ഞു. ഈ സമയത്താണ് കൈപ്പത്തി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ 3 ഡോട്ട് കാണുന്നത്. അവൾ ആകെ പേടിച്ചു വേഗം തന്നെ ഒരു സ്കിൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതെന്താ കാര്യം ചോദിച്ചപ്പോൾ ഈ ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു കുഴ എന്നുള്ള ഒരു സാധനത്തിൽ തൊട്ടു, അങ്ങനെ ആയിരിക്കും ഡോക്ടർ ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഡോക്ടർ പറയാണ്, ചിലപ്പോൾ അതായിരിക്കും, ഇൻഫെക്ഷൻ ആയതാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല, 2 മരുന്ന് തരം, അത് കഴിച്ചാൽ മതി എന്ന് പറയണം. പിന്നെ ഒരു ഓയിൽമെന്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റിൽ ഐറിൻ പോവാണ്. ഈ സമയത്താണ് ഡാക്കിയ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ഐറിൻ കാണുന്നത്. അപ്പൊ ഐറിൻ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? വെറുതെ ഇതിന്റെ പിന്നാലെ ഒന്നും നടക്കണ്ട കേട്ടോ, നിനക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അതായത് അവളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ വീണ്ടും ഐറിനയുടെ മൂക്കിൽ നിന്നും രക്തം വരികയാണ്. കുറച്ച് അധികം ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഡാക്കിയ അതാ രക്തം വരുന്നെന്ന് പറയാണ്. അതും കുറച്ചൊന്നുമല്ല, കുറെ വരികയാണ്. അപ്പൊ ആ രക്തമൊക്കെ കയ്യിലായി അവള് നേരെ വാഷ് ബേസിലേക്ക് ഓടുകയാണ്. പേടിച്ച് കരഞ്ഞുകൊണ്ട് കൈയെല്ലാം കഴിയപ്പോൾ കൈൻ്റെ ഉള്ളിൽ നിറച്ച ഓട്ടകൾ. അവളാകെ പേടിച്ച് വിറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവളുടെ ഓഫീസിൽ തന്നെയാണ് ഈ ഐറിൻ ഉള്ളത്. മാത്രമല്ല അവിടെ ചെറിയൊരു സെലിബ്രേഷൻ ആണ്. അതായത് ദാക്കിയ അന്ന് വന്ന സമയത്ത് രാത്രി 1 മില്യൺ അടിച്ചപ്പോൾ ഒരു സെലിബ്രേഷൻ നടന്നില്ലേ, ആ സെലിബ്രേഷനാണ് ഇപ്പോൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് ദാക്കിയ നോക്കുന്ന സമയത്ത് ഐറിൻ മാത്രം ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? അതിന്റെ കാരണം ഇത് തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷമൊക്കെ ഐറിന് ഒട്ടും ഉഷാറില്ലാതെ എവിടെ പോയാലും ഭയങ്കര എനർജറ്റിക് ആയിരുന്ന ഐറിൻ ഇപ്പൊ ഒന്നും ചെയ്യാതെയായി. ഇപ്പൊ ഒരു ട്രെയിനിലൂടെ അവൾ പോകുന്ന സമയത്ത് കയ്യിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവൾ പെട്ടെന്ന് കയ്യിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഓട്ടകൾ. പേടിച്ച് വിറച്ച് അവൾ നേരെ ഇപ്പൊ ബാത്റൂമിലേക്ക് കയറി ഓടുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ഓട്ടയിലൂടെയൊക്കെ ചെറിയ ചെറിയ ചെടികൾ മുളച്ചു വരുന്നു. അവസാനം അവളുടെ ഒരു കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ചെടിയിലൂടെ മുഴുവനായിട്ടും ചെടികൾ മുളച്ചു വന്ന് വളരെയധികം വേദന സഹിച്ചുകൊണ്ട് ഐറിൻ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അതായത് ദാക്കിയ അന്ന് ഓഫീസിൽ പോയപ്പോൾ ഹാനും ഐറിനും തമ്മിൽ കിസ് ചെയ്യുന്നൊക്കെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ശരിക്കും അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടേ ഇല്ല. അതിന് മുന്നേ തന്നെ ഐറിന മരിച്ചു പോയിട്ടുണ്ട്. ദാക്കിയയ്ക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തി അവളുടെ കണ്ണിൽ ഒരു കൺകെട്ട് ഇട്ട് കൊടുത്തതായിരിക്കും. എന്തായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിന്നിട്ടുള്ള ആൾക്കാർ ഇതുപോലെ പല രീതിയിലും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഐറിന. ഇത്രയൊക്കെ അനുഭവങ്ങളും കഥകളും കേട്ടുകൊണ്ടിരിക്കുന്ന ദാക്കിയക്ക് വേണമെങ്കിൽ ഈ ഒരു കഥ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാം, ഇത് ഒഴിവാക്കാം. എന്നാൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആ ഒരു അത്യാഗ്രഹം, ഓവറായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇതൊക്കെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ദാക്കിയ ഈ സ്റ്റേഷൻ മാസ്റ്ററോട് ആ പഴയ ചർച്ചിനെ കുറിച്ച് ചോദിക്കുകയാണ്. പണ്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നില്ലേ, ആ ചർച്ചിനിടയിൽ പോയിട്ട് സാത്താൻ സേവയെല്ലാം ചെയ്യുന്ന ഒരു തരം കൂട്ടര്. അവസാനമായിട്ട് ഒരു 150ഓളം ആൾക്കാർ എന്തൊക്കെയോ ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പിന്നീട് കാണാതായി, അവര് മരിച്ചു എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അവരുടെ തലവൻ, അവരുടെ ഗ്രൂപ്പ് ലീഡർ ഇന്നും ജീവനോട് ഇതിലൂടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ട് എന്നുള്ളൊരു കഥ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോന്ന് ഇപ്പൊ ദാക്കിയ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കുമ്പോൾ, നിനക്ക് ആ ആൾക്കാരെ കാണണോ, അവരോട്
അവരോട് നേരിട്ട് കണ്ട് സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാക്കിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റ് വരികയാണ്. ആ വേണമെന്ന് പറയാണ്. ഇത് അവൾക്കുള്ള അവസാന അവസരമാണ്, വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇട്ട് പോവാം. പക്ഷേ അവൾ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വീണ്ടും അപകടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ്. ഇതേ നേരം തന്നെ ദാക്കിയ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിലേക്ക് 2 പോലീസുകാർ വരികയാണ്. ഇപ്പൊ ഹാൻ അങ്ങോട്ടേക്ക് ചെന്നു സാറേ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാർ പറയാണ്, അല്ല ആ ഒരു പുതുതായിട്ട് ട്രെൻഡായ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഇപ്പൊ ഹാന് പറയുന്നത് ഡാക്കിയാണോ? ആ ഡാക്കിയ തന്നെ. അപ്പോ നമുക്കൊരു കാര്യം അറിയാണ്ട് എന്ന് പറയണം. ദാക്കിയ കുറച്ച് ദിവസമായിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കുറെ കഥകൾ പറയുന്നില്ലേ, അപ്പോൾ ചില വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയാണ്ട് എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ദാക്കിയ അന്ന് ഓഫീസിൽ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ആ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡറെ അയാൾ നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ഞാൻ പറയുന്ന ദിവസം ഇന്ന ട്രെയിനിൽ നിനക്ക് പോവുകയാണെങ്കിൽ നീ അയാളുടെ അടുത്തേക്ക് എത്തും, അയാളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ആ പറഞ്ഞതുപോലെ ദാക്കിയ ഇന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. പോരാത്തതിന് ഈ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ ആ പ്ലാറ്റ്ഫോമിൽ വേറെ ആരുമില്ല, ഒറ്റ പയ്യൻ മാത്രമുണ്ട്. അവന്റെ ബേക്കിൽ ഈ പൂച്ചയൊക്കെ ഇടാൻ പാകത്തിനുള്ള ആ ബേഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഫോണിൽ നോക്കി ഭയങ്കര കളിയാണ്. ഈ സമയത്താണ് ട്രെയിൻ വരുന്നത്. അവനിപ്പോ ട്രെയിനിൽ കയറുന്ന കൂട്ടൊന്നുമില്ല. എന്നാൽ നമ്മുടെ ദാക്കിയ ട്രെയിനിന്റെ ഉള്ളിൽ കയറി സീറ്റിലിരുന്ന സമയത്ത് ദാണ്ടെ തൊട്ട് മുന്നിൽ തന്നെ ആ പയ്യൻ ഇരിക്കുന്നു. അത് വളരെ കൂളായിട്ട് ദാക്കി വിചാരിക്കുകയാണ് ഇവനെപ്പ വന്ന് കയറിയത്, ഇത്രയും നേരം ഫോണിൽ കളിച്ചിരിക്കായിരുന്നല്ലോ. മാത്രമല്ല അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടി വരാൻ തുടങ്ങി, കാരണം അവന്റെ നോട്ടം അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സിനിമയുടെ ആരംഭത്തിൽ ട്രെയിൻ ഇടിച്ചു മരിച്ചുപോയ ആ ചെറുപ്പക്കാരൻ തന്നെയാണിത്. എന്തായാലും അവന്റെ നോട്ടം അത്ര ശരിയല്ലാത്തത് കൊണ്ട് ദാക്കി അവിടുന്ന് പതിയെ എഴുന്നേറ്റ് പോവാണ്. അവളുടെ പിന്നാലെ തന്നെ ഈ ചെറുപ്പക്കാരന് വരുന്നുണ്ട്. അവൾ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി. എന്നാൽ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഒരു വല്ലാത്ത നോട്ടം നോക്കി അവളുടെ അടുത്തേക്ക് അയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ആകെ പേടിയായി. പെട്ടെന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായി പോവാണ്. ഭയങ്കര ഇരുട്ട്. ഇതേ നേരം തന്നെ അവളുടെ പിന്നാലെ വന്ന ആ ആള് അയാളുടെ തല ഒരു താഴെ പോവാണ്. എന്നിട്ട് തലയില്ലാത്ത ആ ശരീരം അവളെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അവൾ ആകെ അലറി കരഞ്ഞു. ഇപ്പൊ ട്രെയിൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി ഓടാനും പറ്റില്ല. പെട്ടെന്ന് ട്രെയിൻ സ്റ്റോപ്പ് ആവുന്നുണ്ട്. വാതിൽ തുറക്കുകയാണ്. അവളൊന്നും നോക്കിയില്ല, ആ സ്റ്റേഷനിലേക്ക് ചാടി ഇറങ്ങുകയാണ്. അപ്പൊ തന്നെ ആ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. പിന്നീട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവൾ ചുറ്റും നോക്കുന്നത്. ഈ സ്റ്റേഷനിൽ വെട്ടമില്ല, വെളിച്ചമില്ല, ആളുമില്ല. ഒരുമാതിരി വിജനമായ സ്ഥലം. അതുപോലെ തന്നെ മുകളിലേക്ക് വലിയൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. ആരോ ഒരാൾ അതിന്റെ മുകളിലേക്ക് നടന്നു പോകുന്ന ഒച്ചയും കേൾക്കുന്നുണ്ട്. അപ്പൊ ആരാ അത്? നിങ്ങൾ ആരാ? ഇവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ടേക്കൊന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും യാതൊരു മറുപടിയില്ല. പെട്ടെന്ന് അവളുടെ പിന്നിൽ മറ്റൊരു ട്രെയിൻ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ആ ട്രെയിന് നല്ല പഴക്കമുണ്ട്. അതിന്റെ പല ഭാഗത്തും രക്തമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും വന്നു നിന്ന് ആ ട്രെയിനിന്റെ ഡോറ് തുറക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് അവൾ കയറുന്നുണ്ട്. ഈ സമയത്ത് നിലത്ത് വെച്ചിട്ട് ഒരു വാക്കി ടോക്കി അവൾക്ക് കിട്ടുന്നുണ്ട്. അത് ഏതൊരു വാക്കി ടോക്കിയുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അതിന്റെ മറുഭാഗത്ത് മറ്റൊരാളുണ്ട്. അതുകൊണ്ട് തന്നെ ദാക്കി ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ്? ഇത് എവിടെയാ സ്ഥലം? ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ദാക്കിയുടെ ഓഫീസിൽ കാണിക്കുകയാണ്. 2 പോലീസുകാർ ഹാൻഡ് എടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഹാന് ചോദിക്കുന്നുണ്ട്, അല്ല ചോദ്യം ചെയ്യാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെ വീഡിയോയിൽ എന്താ മിസ്റ്റേക്ക്? ഈ സമയത്ത് പോലീസുകാർ പറയാണ് മിസ്റ്റേക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ദാക്കിയ പറയുന്ന ഈ കഥകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. സംഭവം എന്താന്ന് വെച്ചാൽ ഒരു 3 വർഷം മുന്നേ ഈ സ്റ്റേഷൻ മാസ്റ്റർ മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചുപോയി എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല. ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു എവിഡൻസ് പോലും ഇല്ലാതെ ആളെ കാണാതായിട്ടുണ്ട്. അപ്പൊ ആ ആളെങ്ങനെയാണ് ദാക്കിയക്ക് കഥ പറഞ്ഞു കൊടുക്കുക? ആഹാ, അപ്പൊ ഇതാണ് ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും ആ സ്റ്റേഷൻ മാസ്റ്റർ അത് ജീവനുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. അതൊരു ആത്മാവാണോ, പ്രേതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, ആർക്കറിയാം. എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഇതെല്ലാം കാരണം ഉണ്ടാക്കിയ ചെന്ന് പെട്ടിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ്. അവളിപ്പോ ആ ഒരു ട്രെയിനിന്റെ ഉള്ളിലാണ്, ഒന്നും അറിയാതെ ആ ട്രെയിനിന്റെ അട്ടം നോക്കി അവൾ അങ്ങനെ നിൽക്കുകയാണ്. ലേശം ഒരിച്ചിരി ഒരു കുഞ്ഞു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൾ പോവായിരുന്നു. എന്തായാലും വാക്കി ടോക്കിയുടെ മറുഭാഗത്തിരിക്കുന്നത് മറ്റാരുമല്ല, ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ അവളോട് പറയാണ്, ഇടി നിന്റെ അത്യാഗ്രഹം കാരണം നീ അവിടെ എത്തിപ്പെടുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതെല്ലാം പോട്ടെ, ഇനി അവസാനമായിട്ട് ഒരു കഥ കൂടെ, ലാസ്റ്റ് ആയിട്ട് ഒരു കഥ കൂടെ ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ പോകുന്നു. അത് മറ്റാരുടെയും കഥയല്ല, എന്റെ കഥ തന്നെയാണ്. അങ്ങനെ അവസാന സെഗ്മെന്റ് ആയിട്ട് ഇത്രയും നേരം നമ്മുടെ ദാക്കിയൊക്കെ കഥ പറഞ്ഞു കൊടുത്ത സ്റ്റേഷൻ മാസ്റ്ററുടെ കഥ അതിനി നമ്മൾ കാണാൻ പോവാണ്. ഇയാൾ മരിക്കുന്നതിന് മുന്നേ, സോറി മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ, കാണാതാവുന്നതിന് മുന്നേ, അതായത് ഒരു 3 വർഷമായിട്ടുണ്ട് ഇയാൾ ഈ സ്റ്റേഷനിലെ മാസ്റ്റർ തന്നെയായിരുന്നു. ഒരു ദിവസം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇയാളും അതുപോലെ തന്നെ സിനിമയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു ചെറുപ്പക്കാരൻ, 2 പേർക്കും ആ സമയത്ത് ഇവിടെയായിരുന്നു ഡ്യൂട്ടി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയാണ്, എടോ ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലൂടെ ആരും പോകുന്നത് പോലെ ഞാൻ CCTV-യിൽ കണ്ടു എന്ന് പറയണം. അപ്പൊ നീ അതും പോയി നോക്കോ, ഞാൻ ബാക്കിയുള്ള വിഷ്വൽ പരിശോധിക്കാന്ന് പറയണം. അപ്പൊ ആ ഒരു ചെറുപ്പക്കാരൻ പറയണത് എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്, സമയമില്ല. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറയണ, ഏതെങ്കിലും ഒരുത്തിന് അതിന്റെ ഉള്ളിൽ വല്ല കുരുത്തക്കേട് ഒപ്പിക്കാൻ പോയതാണെങ്കിൽ നമുക്ക് 2 പേർക്കും പണിയാണ്. അതുകൊണ്ട് നീ പോയി നോക്ക്, CCTV-യിലൂടെ നോക്കി ഓരോ കാര്യങ്ങൾ ഞാൻ അപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ വാക്കി ടോക്കി എടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നേരെ ആ ഒരു സ്റ്റേഷന്റെ, സോറി ആ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. ആ നേരം അവന്റെ കയ്യിൽ വാക്കി ടോക്കി ഉണ്ടായിരുന്നല്ലോ, അതിലൂടെ ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് മറ്റാരുമല്ല സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. അതായത് ടണലിന്റെ ഉൾഭാഗത്തേക്ക് ആരാണ് പോയത് എന്ന് നോക്കാൻ പോയ ഈ ചെറുപ്പക്കാരൻ ശരിക്കും ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയി. വാക്കി ടോക്കിയിൽ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്ന കാര്യമൊന്നും ഇവനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ആ ഒരു ഇരുട്ടിൽ അവൻ പെട്ടുപോയത്. പിന്നീട് അവന് നേരെ ഒരു ട്രെയിൻ വന്നു, അവൻ ഇടിച്ചു എന്നാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. എന്നാൽ അത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ അരികിലേക്ക് വലിയൊരു ട്രെയിൻ വന്ന് നിൽക്കുകയാണ്. ഒരു പഴയ ട്രെയിൻ, രക്തത്തിൽ കുളിച്ച
ഒളിച്ചു കിടക്കുന്ന ഒരു ട്രെയിൻ. ആ ട്രെയിൻ അവന്റെ ദേഹത്ത് തട്ടിയില്ല. തട്ടിയതായിട്ട് നമ്മളെ കാണിച്ചു എന്നേ ഉള്ളൂ. ശരിക്കും അവൻ മരണപ്പെടുന്നത് അങ്ങനെയൊന്നുമല്ല. അവനിപ്പോ ആ ഒരു ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ എഞ്ചിൻ റൂമിന്റെ ഭാഗത്തു നിന്നായിട്ട് ആ ഡോറ് ആര് തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ ചെന്ന് അത് തുറക്കുകയാണ്. തുറന്നപ്പോൾ അതിന്റെ അപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ട്രെയിൻ പതിയെ പതിയെ മൂവ് ആവാൻ തുടങ്ങി. വല്ലാത്തൊരു ഇളക്കവും. മാത്രമല്ല ട്രെയിനിന്റെ ചുറ്റുഭാഗത്ത് നിറയെ രക്തം നിറഞ്ഞിട്ടുണ്ട്. രക്തത്തിന്റെ കളറിൽ അതിന്റെ ചില്ലിലൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് ആ ഒരു വാക്കി ടോക്കി കണക്ട് ആവുന്നത്. ഞാൻ ഈ ഭാഗത്തുണ്ട്, ഇങ്ങോട്ടേക്ക് വാ, എന്നെ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വരുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഈ ഒരു ട്രെയിനിന്റെ ഉൾഭാഗം കിടന്ന് തിളക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ ചെറുപ്പക്കാരൻ ഇട്ടിരുന്ന ആ ഒരു ഷൂ വരെ ഉരുകി തുടങ്ങി. അധികം വൈകാതെ അതിന്റെ ഉള്ളിൽ വെച്ച് വളരെ ബ്രൂട്ടലായിട്ട് അവൻ മരണപ്പെടുകയാണ്. ഈ സമയത്താണ് അവനെ നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരുന്നത്. ഇയാൾ ആ ഒരു ട്രെയിനിന്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ തലയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത രൂപത്തെ കാണുകയാണ്. ഇത് തന്നെയാണ് ആ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് പറയുന്നത്. അധികം വൈകാതെ ഈ സ്റ്റേഷൻ മാസ്റ്ററെയും ആ ഒരു ട്രെയിനിന്റെ ഉള്ളിലേക്ക് ഈ രൂപം വലിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് സ്റ്റേഷൻ മാസ്റ്ററും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആളും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത്. അപ്പൊ ഈ ഒരു കാര്യം സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ദാക്കിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ആള് അത് ശരിക്കും സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. ആ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. അതായത് ദാക്കിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇപ്പൊ ദാക്കിയോട് ഈ സ്റ്റേഷൻ മാസ്റ്റർ പറയാണ്, അല്ല ഞാൻ നിനക്ക് എന്തിനാ ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് അറിയോ? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ ഇനിയും നിനക്ക് താല്പര്യമുണ്ടോ? ഇത് കേട്ടപ്പോൾ ദാക്കിയ പറയണത്, വേണ്ട, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ട്രെയിനിന്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ തുറകുന്നില്ല. ഈ സമയത്ത് സ്റ്റേഷൻ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരികയാണ്. അവളെ നോക്കി ചിരിക്കുകയാണ്. എന്തായാലും നിന്റെ കൂടെ സംസാരിച്ച ആ ഒരു സമയമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളിനി കാണില്ല, ബൈ എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ട്രെയിൻ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. എന്താണോ സ്റ്റേഷൻ മാസ്റ്റർ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് സംഭവിച്ചത്, അയാൾ അന്ന് ആ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ പെട്ടപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചത്? രക്തം കൊണ്ട് ആ ഒരു ട്രെയിൻ നിറഞ്ഞില്ലേ, എന്തൊക്കെയോ എഴുത്തുകൾ വന്നില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ ദാക്കിയേക്കും സംഭവിക്കുകയാണ്. വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അവൾ അതിന്റെ ഉള്ളിൽ വെച്ച് മരണപ്പെടുന്നുണ്ട്. അതായത് എരന്ന് വാങ്ങിയ മരണം എന്ന് പറയാലോ. എന്നാൽ ഇതൊന്നും അറിയാതെ ഹാൻ ദാക്കിയെ പോയ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടെ അവളെ കാണാനില്ല. കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ ദാക്കിയെ തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ദാക്കിയെ കണ്ടപാട് ഹാൻ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, ഇത് എവിടെയായിരുന്നു? ഞാൻ ആകെ പേടിച്ചു പോയി കേട്ടോ. അതായത് ശരിക്കും ഹാന് ദാക്കിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളുടെ മുഖമാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലാണ് ചിരിക്കാതെ ഭയങ്കര ഗൗരവത്തിലാണ് പിടിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ദാക്കിയ ഒറ്റയടിക്ക് ചിരിക്കുകയാണ്. ദാക്കിയ ഈ സിനിമയിൽ ഇങ്ങനെ ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ അവൾ ഹാനോട് പറയാണ്, ഒരു അടിപൊളി സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ട ഒരു സ്റ്റേഷൻ മാസ്റ്റർ, പിന്നെ ദാ ഇപ്പൊ ദാക്കിയ, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞു. ഇവരുടെ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് പല രീതിയിലും ഇരകളെ, അതായത് ഓരോ ആൾക്കാരെയും ട്രാപ്പ് ചെയ്യുന്നത് ആ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ, ചിലപ്പോൾ ലീഡറൊന്നും ആയിരിക്കില്ല, അവരന്ന് കൊണ്ടുവന്ന ആ ഒരു ചെകുത്താനായിരിക്കും. ആ ചെകുത്താന് വേണ്ടിയുള്ള നരബലിയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ അതിന്റെ പുറമെയൊക്കെ മറ്റൊരു കാര്യം കൂടെ സിനിമ പറയുന്നുണ്ട്. അതായത് ഒരു അത്യാർത്തി പിടിച്ച കുറെ ആൾക്കാരുടെ കാര്യം. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇവിടെ വന്ന് പെട്ടുപോകുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് സിനിമ മറ്റൊരു കാര്യം കൂടെ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.